ശ്രീ എം ജയചന്ദ്രൻ ശിവശങ്കറിനെ ചൂണ്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം പ്രധാനമന്ത്രി ഉന്നയിച്ചതെന്നാണ് ഈ ജയരാജ് കൈമൾ ബിജെപിയുടെ പ്രതിനിധി നമ്മളോട് പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിൽ അറസ്റ്റിലായത് ആരെല്ലാമാണ് എന്നുള്ള ചിത്രം വളരെ കൃത്യമാണ് നമ്മുടെ മുന്നിൽ. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇനി താങ്കൾക്ക് തുടരാം. എന്നോടല്ലേ നീലിമ? അതെ. ഹലോ, കേൾക്കാമോ? ഹലോ, ശ്രീ എം ജയചന്ദ്രൻ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഇത് പിന്നെ വാസ്തവത്തിൽ ഞാൻ ഈ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം നമ്മൾ പിന്നെ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ചർച്ചയിൽ ഇത് ഒട്ടും പിന്നെ റിലവന്റ് ആയിട്ടുള്ളൊരു വിഷയമേ അല്ല എന്നാണ് എൻ്റെ പിന്നെ തുടക്കത്തിൽ തന്നെയുള്ള അഭിപ്രായം. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അത് ഒട്ടും ഒരു പ്രസക്തിയില്ലാത്ത കേസാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇത് ഞാൻ ആലോചിക്കുന്ന അതല്ല നീലിമ. എന്ത് പറ്റി ഈ പ്രധാനമന്ത്രിക്ക് ഇന്നലെ ഇങ്ങനെ സംസാരിക്കാൻ? എന്തോ കാര്യമായ പ്രശ്നം, തകരാർ സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രസംഗത്തിൽ. പല കാര്യങ്ങൾ, ഇത് മാത്രമല്ല. കാരണം ഞാനത് പറയാൻ കാര്യം, ഈ പ്രസംഗം തയ്യാറാക്കുന്നതിൽ പിന്നെ PMO ഓഫീസിന് കേരളത്തിലെ നേതാക്കളെ ആശ്രയിച്ചതിൽ എന്തോ വലിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പിന്നെ കേരളത്തിലെ ഏതോ ഓഫീസ്, കേരളത്തിലെ ഒരു ഉന്നതന്റെ ഓഫീസ് ഇനി പ്രധാനമന്ത്രി പറയാതെ പറഞ്ഞു, മുഖ്യമന്ത്രി എന്നുള്ള പേര് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ശരി, അത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇരിക്കട്ടെ. പക്ഷെ കോടതിയിൽ നിൽക്കുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തൃശ്ശൂർ എന്ന് പറയാനുള്ള അധികാരം? എന്താണ്? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, തെളിവ് സഹിതം പറയണം. അതല്ലേ BJP പ്രതിനിധി ഇപ്പൊ ജയരാജ് കൈമൾ ഇവിടെ പറഞ്ഞല്ലോ. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച്, കോടതി ഇനിയും തീർപ്പാകേണ്ടിയിരിക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തൃശ്ശൂരിൽ BJP സംഘടിപ്പിക്കുന്ന ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പറയാനുള്ള എന്ത് അധികാരമാണുള്ളത്? അത് കോടതിയെ പിന്നെ വെല്ലുവിളിക്കുകയാണോ? അതോ കോടതിയെ മറികടക്കുകയാണോ? അതോ കോടതിക്ക് നിർദ്ദേശം നൽകുകയാണോ? അതല്ലെങ്കിൽ തെളിവ് സഹിതം പറയൂ, ഇന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഇന്ന കുറ്റവാളികളെ ഇന്ന തരത്തിൽ പിന്നെ ഒളിപ്പിച്ചിട്ടുണ്ട്, അവർ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ആ പ്രധാനമന്ത്രിക്ക് വേണ്ടേ? അതല്ല ഇത്രയും തലപ്പൊക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിന്ന് കേരളം മിനിമം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ മര്യാദ അതാണ്. അതല്ലാതെ സാധാരണ BJPയുടെ കവലപ്രാസംഗികർ വർത്തമാനം പറയുന്നത് പോലെ തൃശ്ശൂർ മഹിളകളുടെ വലിയ റാലിയും വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾക്കറിഞ്ഞുകൂടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ്, ഉന്നതന്റെ ഓഫീസ്, എന്തുന്നതന്റെ ഓഫീസ്? ഇതൊക്കെ സാർ കോടതിയുടെ അന്വേഷണം ഇരിക്കുകയാണെന്നേ. ഒന്നല്ലല്ലോ. NIA, ED, കസ്റ്റംസ്, ഇങ്ങനെ നിരവധി ഏജൻസികൾ അന്വേഷിച്ചിരിക്കുന്ന ഈ കേസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പിന്നെ ഞാനാ ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാനത് പറയുന്നതിൽ BJP പ്രതിനിധി ദയവായി എന്നോട് ക്ഷമിക്കുക. ഇങ്ങനെ വിടുവായിട്ടും പ്രധാനമന്ത്രി പറയിപ്പിച്ച ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇങ്ങനെ കോടതിയിലിരിക്കുന്ന കേസിനെ പറ്റി പ്രധാനമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് ശരിയാണോ? ശരിയല്ല എന്നാണ് പൗരൻ എന്നുള്ളതിൽ എന്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ ഇതുപോലുള്ള കാര്യം മാത്രമല്ലല്ലോ ഇന്നലെ കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. കേരളത്തിൽ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പൊ താങ്കളും സൂചിപ്പിച്ചു വനിതാ സംവരണം എന്നാണ്. പിന്നെ നമ്മുടെ വനിതാ സംവരണം എന്നാണെന്ന് അറിയാമോ? ഇവിടെ 50% സാർ വനിതാ സംവരണം. എവിടെ? കേരളത്തിൽ. എന്നാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? VS അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ 2009 സെപ്റ്റംബർ മാസം 17-ാം തീയതി കേരള നിയമസഭ ഏകകണ്ഠമായാണ് തീരുമാനിക്കുന്നത്. വനിതകൾക്ക് 50% റിസർവേഷൻ കേരള നിയമസഭ തീരുമാനിച്ചു. മോദി ഗവൺമെന്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. താങ്കൾ പറയുന്നത് നൽകിയെന്നാ പറയുന്നത്. എവിടെ നൽകിയെന്ന് പറയൂ. ഇത് ഇനി പിന്നെ ഇപ്പോ ഈ 2024 പുതിയ ഗവൺമെന്റ് വരുമല്ലോ കേന്ദ്രത്തിൽ. അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ നടപ്പാക്കാൻ കഴിയും എന്ന് മീനാക്ഷിയിലേക്ക് അടക്കമുള്ളവർ പാർലമെന്റിന്റെ പുറത്ത് പ്രസ്താവന നടത്തിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ബൈറ്റുകൾ ഉൾപ്പെടെയുണ്ട്, എന്റെ കട്ടിങ്ങും ഉണ്ട്. അതിരിക്കട്ടെ. താങ്കൾക്ക് പറയാനുള്ള അവസരത്തിൽ താങ്കൾ പറഞ്ഞോളൂ. താങ്കൾക്ക് സമയമുണ്ടല്ലോ, ആങ്കർ തരുമല്ലോ. ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിൽ നടപ്പാക്കിയ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും ഈ തദ്ദേശ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ
അധികാര സ്ഥാനങ്ങളിൽ 50% വനിതകൾ നേതൃത്വം കൈയാളുകയും പ്രതിനിധികളെ വിധിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഒന്ന് പറയുകയാണ് എന്ത് വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത്രേ. ഇത്തരം കാര്യങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് നിരവധി 100,000 തിരക്കുള്ള മനുഷ്യനാണ്. അയോധ്യയിലെ പ്രശ്നം കഴിഞ്ഞ് നേരെ വരുന്ന കേരളത്തിലേക്കാണ്. എന്തിന്? തൃശ്ശൂരെ പ്രചാരണത്തിന്. അതിന്റെ പിന്നുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഇവിടെ പറയാൻ അവസരം കിട്ടിയാൽ ഞാൻ അപ്പൊ പറഞ്ഞോളാം. ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നീട് പറയുന്നതോ മണ്ഡലവർണ്ണക്കാലം കഴിഞ്ഞു ശബരിമലയിൽ. ഇനിയിപ്പോ 14-ാം തീയതി മകരവിളക്കുമാണ്. അപ്പൊ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ മണ്ഡല ഇഷ്യൂവിന്റെ പ്രശ്നമാണ് പ്രധാനമന്ത്രി തൃശ്ശൂരെ വേദിയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് നേരിട്ട് മുഖ്യമന്ത്രി വിളിച്ച് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് തീരുമാനം പിൻവലിക്കേണ്ടി വന്നു തൃശ്ശൂർ പൂരനഗരിയിലെ വാടക വർദ്ധിപ്പിച്ച കാര്യം. അത് മുഖ്യമന്ത്രി നേരിട്ടാണ് ഇടപെട്ട് സെറ്റ് ചെയ്ത് ആ വിഷയവും. അപ്പൊ സെറ്റിൽ ചെയ്ത 2 വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ആ സമ്മേളനത്തിൽ ഒന്ന് പ്രസംഗിക്കുന്ന എന്ത് സന്ദേശമാണ് നൽകുക എന്ന് BJP-ക്കാരെങ്കിലും ആലോചിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശൻ എന്തായാലും പറഞ്ഞല്ലോ, കേരളം ഇതൊന്നും പറ്റിയ ഇടമല്ല. ഇവിടെ 2 മുന്നണികൾ, പ്രബലമായ 2 മുന്നണികളുണ്ട് എന്നൊക്കെ അതൊക്കെ രാഷ്ട്രീയ അദ്ദേഹത്തിനെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ കേരളത്തിൽ വന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇങ്ങനെ BJP നേതൃത്വം വട്ടം ചുറ്റിച്ച് അവ്യക്തതയിൽ നിർത്തുന്നത് എന്നുള്ളത് അത് മലയാളികൾക്ക് മനസ്സിലാവില്ലേ? അത് ശ്രീ ജയരാജ് കൈമൾ അതിനോട് എന്ത് പ്രതികരിക്കും എന്നുള്ളത് ഞാനും സ്വാഗതം കേൾക്കാൻ. ജയരാജ് താങ്കൾക്ക് പ്രതികരിക്കാം. ഓക്കെ, ആദ്യമായി അദ്ദേഹം തന്നെ അതിൽ ക്ലാരിറ്റി വരുത്തി. 2009 അച്യുതാനന്ദൻ സർക്കാർ 50% റിസർവേഷൻ നൽകി. അപ്പം ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചത് നിയമസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ എന്തിനാ CPM മത്സരിപ്പിക്കുന്ന കാൻഡിഡേറ്റ്സിൽ പോലും സ്ഥാനാർത്ഥികളിൽ പോലും 50% വനിതകളില്ല എന്നുള്ളൊരു സത്യം നമുക്കറിയാം. പിന്നെ അദ്ദേഹം തന്നെ അത് ക്ലാരിറ്റി വരുത്തി. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കാണ്. കേരളത്തിനും വളരെ മുന്നേ ഇത് ചെയ്ത സംസ്ഥാനങ്ങളുണ്ട് സാർ. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ. കേരളത്തിനും വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ 50% റിസർവേഷൻ സ്ത്രീകൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ്, അദ്ദേഹം ഉന്നയിച്ച ചില പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ആ വേദിയിൽ അദ്ദേഹം സംസാരിച്ചത് BJP-യുടെ ഏറ്റവും തലപ്പൊക്കമുള്ള ഇന്നത്തെ നേതാവ്, BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയിൽ തന്നെയാണ്. അദ്ദേഹം അവിടെ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമാണ്. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വേദിയിൽ വന്നിട്ടല്ല ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ റാലിയിൽ, BJP വെച്ച ഒരു രാഷ്ട്രീയ റാലിയിൽ വന്നിട്ട് അദ്ദേഹം തൻ്റെ പാർട്ടിയുടെ തൻ്റെ അഭിപ്രായങ്ങൾ അവിടെ മുന്നോട്ട് വെക്കുന്നു. താങ്കൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വസ്തുനിഷ്ഠമാകേണ്ടേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ചർച്ച ചെയ്യാമല്ലോ നമുക്ക്. അദ്ദേഹം പറഞ്ഞതിൽ കേരളത്തിലെ കുടുംബശ്രീ, ഇവിടുത്തെ സാക്ഷരതാ പ്രസ്ഥാനം, ഒട്ടേറെ വലിയ നേട്ടങ്ങൾ ഈ കേരളത്തിലെ സ്ത്രീകൾ നേടിയിട്ടുണ്ട് എല്ലാ രംഗത്തും. ഈ ശിശു മരണനിരക്കെല്ലാം യൂറോപ്പിനേക്കാൾ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ നേട്ടങ്ങളെ മുഴുവൻ തൃണവൽക്കരിച്ചുകൊണ്ട് UP-യിലും ബീഹാറിലും അത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയുമായി കേരളത്തിലെ സ്ത്രീകളെ, അവരുടെ അവസ്ഥയെ, അവരുടെ സ്റ്റാറ്റസിനെ കമ്പയർ ചെയ്യുന്നതിലാണ് നമുക്കെല്ലാം വിഷമം. നിലിമ, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ പൂർണ്ണമായി കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, കേരളത്തെ ഇകഴ്ത്തിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പുകഴ്ത്തിയോ അദ്ദേഹം ഒരു വരി പോലും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പ്രധാനമായി പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് തൻ്റെ സർക്കാർ നടപ്പിലാക്കത്തിന് ഈ ഇവിടുത്തെ ഒരു സർക്കാർ ഓഫീസിന് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ പ്രധാനമന്ത്രി നിർത്തുകയാണ്. നോക്കൂ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ സ്വർണ്ണക്കടത്തിന് ഒരു ഉന്നതന്റെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കേരളത്തിലേക്ക് എടുത്തുന്നത്? CPM-ന് പറയാം അതിപ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. അതിൽ അവരാ പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരിഭവവുമില്ല. പക്ഷേ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത് എന്ന് പറയുന്നത്, എൻ്റെ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പലതും കേരളത്തിൽ രാഷ്ട്രീയ താല്പര്യം മൂലം അതിൻ്റെ തോത് കേരളത്തിൽ കുറവാണ്, അതിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറവാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല പദ്ധതിയിലും അത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പോയിന്റ്. രണ്ടാമത്തത്, ശ്രീ M. ജയചന്ദ്രൻ, അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം, അതുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലും BJP-ക്ക് വലിയ രീതിയിലൊരു റോൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. നോക്കൂ, ഞാൻ ആ വിഷയം സൂചിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയുമല്ല. പ്രധാനമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞു, അദ്ദേഹം തിരിച്ച് മടങ്ങി അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് പോയി. ഇന്ന് എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും
ചാണകവെള്ളം കൊണ്ട് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് വന്ന് പ്രധാനമന്ത്രി, OBC-കാരനായ പ്രധാനമന്ത്രി, ഒരു പിന്നാക്കക്കാരനായ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിക്കാൻ അവർ നിൽക്കുകയാണ്. ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളോ ഈ വിഷയത്തെ ഒന്ന് കണ്ടം ചെയ്യാൻ, ഒന്ന് അപലപിക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണോ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്? ഇതിന് സമാനമായി ഇതൊരു കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി 2014 മുതൽ കോൺഗ്രസ് ശ്രീമാൻ നരേന്ദ്രമോദിയെ, BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ച അന്ന് മുതൽ കോൺഗ്രസ് അദ്ദേഹത്തിന് നേരെ ഉയർത്തുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളല്ല. ഇവ നോക്കൂ, പ്രധാനമന്ത്രി എന്താ പറയുക, ഒരു ഉന്നതൻ്റെ ഓഫീസിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ജാതിയോ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒരു വരി BJP-യുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ വരേണ്യ മനസ്സ് ഒരു കാരണവശാലും OBC-കാരനായ ഒരു പ്രധാനമന്ത്രിയെ, ഒരു കാരണവശാലും പിന്നാക്കക്കാരനായ ഒരു പ്രധാനമന്ത്രിയെ, ഒരു കാരണവശാലും വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനമന്ത്രിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. 1-2 തവണയല്ല, 91 തവണയാണ് കോൺഗ്രസ്. ഖാർഗെയെ പോലെ ദളിതനായ ഒരു അധ്യക്ഷൻ കോൺഗ്രസിനുണ്ട്, അക്കാര്യം മറക്കരുത്. ഒരു പോയിന്റ് പറഞ്ഞു പൂർത്തിയാക്കണം, അത് അല്ലെങ്കിൽ അതിൻ്റെ ശരിയല്ല. അപ്പോൾ ആ പോയിന്റ് പറഞ്ഞു പൂർത്തിയാക്കി. ഇതിന് സമാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങളോ ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങളോ കേരളം ഇതിനു മുന്നേ കണ്ടത് ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെതിരെ കേരളത്തിൽ കോൺഗ്രസ് കൊണ്ടുപിടിച്ച് നടത്തിയ വിമോചന സമര കാലത്താണ്. ഇത്രയും വിഷലിപ്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാനസികമായ അവസ്ഥ അവർ അന്ന് കേരളത്തിൽ കൊണ്ടുവന്നു. നോക്കൂ, അന്നത്തെ മന്ത്രിയായ ചാത്തനെ കുറിച്ച് എന്താ പറഞ്ഞത്? ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ. ഇതേ ആൾക്കാരാണ് ഇന്ന് ചാണകവെള്ളവുമായിട്ട് പോയിരിക്കുന്നത്. എവിടെ തളിക്കാനായിട്ട്? ശുദ്ധീകരിക്കാൻ. ഒരു പിന്നാക്കക്കാരനായ പ്രധാനമന്ത്രി ശുദ്ധീകരിക്കാനായിട്ട് പോവാ. അത് തള്ളിപ്പറയാൻ അല്ലല്ല നീലിമ, അതല്ല, എന്റെ ചോദ്യം, അത് തള്ളിപ്പറയാൻ ഇന്ന് അവിടെ ചെയ്തത്, ഇന്ന് വടക്കുന്നാഥന്റെ മണ്ണിൽ ചെയ്തത് കേരളത്തിന്റെ സാംസ്കാരിക മൂല്യത്തിനെതിരാണ് എന്ന് തള്ളിപ്പറയാൻ ഡോക്ടർ ഷുജീവ് ഖാനോ അല്ലെങ്കിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ M ജയചന്ദ്രനോ നീലിമയ്ക്കോ സാധിക്കുമോ എന്നറിയുന്നതിൽ എനിക്കും കൈരളിയുടെ പ്രേക്ഷകർക്കും അതിയായ കൗതുകമുണ്ട്.